Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Starting on the Good morning. Okay, start with prayer. Let's say and sign. Start at the top. Start with the 10 minutes later. Prayer. Prayer, Shulu. Good morning, all. Good morning, ma'am. Prayer. Thank you for this beautiful new day. Bless our parents, teachers, friends, and everyone around us. Help us to learn the joy, speak with kindness, do what is right. Give us wisdom, good health, and loving heart. Have a blessed day. Thank you all. Okay. Then Hi, Miss. Good morning. ഞാൻ പറയാം മിസ്സേ thought of the day. okay. Miss you, Miss. Very. A healthy body, a peaceful mind, and a grateful heart. Our life is greatest blessing. Make healthy choice today and enjoy happier tomorrow. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും നന്ദിയുള്ള ഹൃദയവും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇന്ന് ആരോഗ്യകരമായ ശീലങ്ങൾ തിരഞ്ഞെടുക്കൂ. അത് നിങ്ങളെ കൂടുതൽ സന്തോഷകരവും ആരോഗ്യപൂർണവുമായ ഒരു നാളേക്ക് നയിക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ഒരു മനോഹര ദിനം ആശംസിക്കുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. മിസ് എന്താ ക്ഷീണം പിടിച്ച പോലെ ഉണ്ടല്ലോ, എന്ത് പറ്റി? ആണല്ലേ? ഓക്കെ, റീച്ചു എവിടെയായിരുന്നു കുറെ നാളെ കണ്ടിട്ട്? ചെറിയ ചോട്ടയുണ്ട് മിസ്സേ, ഒന്നിനും വിടൂല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മതി, മോള് ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ജോയിൻ ചെയ്തായിരുന്നോ? ജോയിൻ ചെയ്തു മിസ്സേ. ഏത് ബാച്ചായിരുന്നു? ഇപ്പൊ തുടങ്ങിയ ക്ലാസ്സിലാണ് ലാസ്റ്റിലത്തെ. 23 ആന്ന് തോന്നുന്നു. ഇല്ല മിസ് ഇല്ല, ഞാൻ നോക്കലുണ്ട്. അവിടെ ഒരു സാറാ ഇംഗ്ലീഷ് എടുക്കുന്നത്. അതെ, നമ്മുടെ ഗ്രൂപ്പിലത്തെ അപർണ മിസ് മാത്രമേ ഉള്ളൂ അതില്. ബാക്കി മിസ് എല്ലാം മാറ്റാം. പിന്നെ ജിഷ മിസ് ഉണ്ട്. ഓക്കെ, സുഖാണോ റീച്ചു? മിസ് സുഖം തന്നെ. ഇന്നലെ മിസ് ചെയ്യുന്നത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇടയ്ക്ക് നോക്കലുണ്ട്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? പറയൂ. കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, ചെയ്തിട്ട് വരാം. ഓക്കെ, എക്സാമ്പിൾസ് കുറച്ച് ഡയറക്റ്റ് സ്പീച്ചിന്റെ ഇത് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റിലേക്ക് ആക്കാനായിട്ട് അബൌട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഞാൻ തന്നായിരുന്നോ? അതെ അതെ അതെ. ചെയ്തായിരുന്നു. ചെയ്തിരുന്നു. അത് എഴുതിയെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ മാം ചാറ്റ് ബോക്സിൽ എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് ഓർക്കുന്നു ഞാൻ. ശരിയാണ്. എല്ലാരും ചെയ്തായിരുന്നോ? കിട്ടിയായിരുന്നോ? റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തിരുന്നു. അത് കറക്റ്റ് ആണോന്നൊന്ന് ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടണം. ക്വസ്റ്റ്യൻ ഇല്ല. ഒന്ന് പറയൂ, കേക്കട്ടെ. വായിക്കൂ. First question, she said, I like coffee. I like coffee. I like coffee. She said that she liked
coffee. Right? Yes, ma'am. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഞാനും ആലോചിച്ചെടുക്കുന്നതൊക്കെ. നെക്സ്റ്റ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ. അതെ. Next question, he said, I am working. He said, I'm working. He said that he was working. Present continuous, past continuous changing. Okay, then. He said, I have finished the project. He said, I have. He said that he had finished the project. Present perfect, yes. Past perfect changing. Okay. Next question, he said, I have been watching TV. I have been watching TV. He had been watching TV. Present perfect continuous, past perfect continuous changing. Okay, there. Next, he said, I wrote a letter. He said, I wrote a letter. He said that he had written a letter. Yes. He said, I was playing cricket. I was playing cricket. He said that he had been playing cricket. Yes, ma'am. That is simple past, past perfect lego, past continuous, past perfect continuous. Okay. He said, I had learned English. He said, I had learned English. He said that he had learned English. Subject. He said he had been cooking dinner. He had been cooking dinner. Next, he said, I will study English. I will learn English. He would. Next, she said, I will have sung a song. Yeah, will have English. She would have it. Okay. Correct channel. Correct channel. Yeah, very good. Record speech നമ്മൾ successfully complete ചെയ്തിരിക്കുകയാണ്. ഞാൻ mock test തന്നിരുന്നോ? Mock test upload ചെയ്തായിരുന്നു. Mock test ഇതിന്റെ തന്നിട്ടില്ല. Record speech മാത്രമേ തരാത്തുള്ളൂ. ബാക്കി എല്ലാം കിട്ടിയതല്ലേ? ഏതെങ്കിലും mock test missing ആണെങ്കിൽ പറയണം കേട്ടോ. Okay. Record speech mock test upload ചെയ്യാം. Yeah, that's all. കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനിലേക്ക് പോവാണ്. അടുത്ത പോർഷൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ് കേട്ടോ. ഈ റിക്കോർഡ് സ്പീച്ച് ഞാൻ എടുക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളത് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചാപ്റ്റർ ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഒട്ടും ടൈം ഇല്ല, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ട. ഷീസ് റീഡിങ് isn't she. ഷീസ് റീഡിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വാല് പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അവൾ വായിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൾ വായിക്കുകയാണോ എന്നൊരു ചോദ്യം വരണം. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വരുന്ന ഒരു ടാഗ് ആണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ടാഗ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതാണ് നോക്കേണ്ടത്. ഇവിടെ റൂൾ എന്ന് പറയുന്നത് ഈ ഷീസ് റീഡിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു നെഗറ്റീവ് സൈഡ് ഒന്നുമില്ല അല്ലെ. പോസിറ്റീവ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ്സ് ഒന്നുമില്ല. അപ്പോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? ടാഗ് എന്ത് വരും? നെഗറ്റീവ് വരും. ഓക്കെ, ടാഗില് നെഗറ്റീവ് ഉണ്ടാകും. ക്ലിയർ? ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇപ്പൊ നോട്ട്ബുക്ക് എടുക്കുക, എഴുതാം. സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും എന്ന് എഴുതിയിരിക്കാം. A positive statement takes a negative question tag and a negative statement takes a positive question tag. എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു എക്സാമ്പിൾ കൊടുക്കൂ. ഷീസ് റീഡിങ് isn't she.
ഒരു എക്സാമ്പിൾ കൊടുക്കുക. they are not coming, are they എന്നൊരു എക്സാമ്പിൾ കൊടുക്കുക കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ, ഇനി കുറച്ച് റൂൾസ് ഉണ്ട് ഇവിടെ. നോട്ട് ദ ഫോളോയിങ് പോയിന്റ്സ്. അതിലൊരെണ്ണം നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ് ആയിരിക്കും വരാം, അതുപോലെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ പോസിറ്റീവ് ടാഗ് ആയിരിക്കും വരാം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ലൈക്ക് ലിറ്റിൽ, ഫ്യൂ, ഹാർലി, ഏർലി, റെയർലി ആൻഡ് സെൽഡം. ഈ കാണുന്ന എല്ലാ വേർഡ്സും ഒരു സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വേർഡ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഡയറക്ട്ലി നമ്മൾ നോട്ട് ചേർക്കുമ്പോഴാണ് നമ്മളത് വിചാരിക്കുക അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ അങ്ങനെയല്ല, ഈ ഏതെങ്കിലും ഒരു വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്താകും? നെഗറ്റീവ് ആകും. മനസ്സിലായോ? ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, ഏർലി, റെയർലി ആൻഡ് സെൽഡം. ഈ വേർഡ്സ് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ വേർഡ്സ് ലൈക്ക് ഫ്യൂ ആൻഡ് എ ലിറ്റിൽ. എ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ ആണ് വരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വേർഡ്സ് മാത്രം പഠിക്കാം. അത് പോസിറ്റീവ് വേർഡ്സ് നമുക്ക് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് വേർഡ്സ് പഠിച്ചു വയ്ക്കാം. മീൻസ് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, ഏർലി, റെയർലി ആൻഡ് സെൽഡം. ഈ പറയുന്ന വേർഡ്സ് ഏതെങ്കിലും ഒരു വേർഡ് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താകും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകും. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആയി? എക്സാമ്പിൾ നോക്കിയേ. ഫ്യൂ പീപ്പിൾ ലിസൺ. ഫ്യൂ പീപ്പിൾ ലിസൺ എന്ന് പറയുമ്പോ ആ ഫ്യൂ എന്താണ് അവിടെ? പോസിറ്റീവ്. നെഗറ്റീവ് അല്ലേ? സ്റ്റാർട്ട് പോസിറ്റീവ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അത്. മനസ്സിലായോ? ഫ്യൂ എന്ന് പറയുന്ന വേർഡ് വന്നത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? നെഗറ്റീവ് ആയി. അപ്പൊ വരുന്ന ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. മനസ്സിലായി? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ്സ് ഒന്നുമില്ല, പോസിറ്റീവ് ആണ്. ടു ദേ വന്നു. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ലിറ്റിൽ ആണ് യൂസ് ചെയ്തത്. അവിടെ ആർട്ടിക്കിൾ ഒന്നുമില്ല, എ ഒന്നുമില്ല. അപ്പൊ ലിറ്റിൽ ആയതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. അപ്പൊ വരേണ്ട ടാഗ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി തേർഡ് ഒന്ന് നോക്കിയേ. എ ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ്. എ ലിറ്റിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ വരേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോ ഹാഡിന്റ് വന്നു. ക്ലിയർ ആണോ? ഈ രണ്ട് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, ഏർലി, റെയർലി ആൻഡ് സെൽഡം എന്ന് പറയുന്ന വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് ആണ് എന്ന് എഴുതിയിട്ട്. നെഗറ്റീവ് വേർഡ്സ് ആണ്. ആ നെഗറ്റീവ് വേർഡ്സ് സ്റ്റേറ്റ്മെന്റിൽ വന്ന ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയില്ലേ? ഈ നോട്ട് എന്ന് പറയുന്ന വേർഡ് നെഗറ്റീവ് അല്ലേ? നോട്ട് നെഗറ്റീവ് ആണോ? നോട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് നോട്ട് വരാണെങ്കിലോ ഐ എം നോട്ട് ഗോയിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ എം നോട്ട് ഗോയിങ് നെഗറ്റീവ് അല്ലേ ഇത്? ഐ എം ഗോയിങ് ആണെങ്കിലോ പോസിറ്റീവ് ആണ് അല്ലേ? ആണോ അല്ലയോ? അതെ. അപ്പൊ ഈ നോട്ട് പോലത്തെ കുറച്ച് വേർഡ്സ് ആണ് എന്ത്? ഈ ലിറ്റിലും, ഫ്യൂ, ഹാർഡ്ലി, ഏർലി, റെയർലി ആൻഡ് സെൽഡം. ഈ വേർഡ്സ് നോട്ട് പോലെ തന്നെ നെഗറ്റീവ് വേർഡ്സ് ആണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഈ രണ്ട് പോയിന്റ് മനസ്സിലായോ? എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ രീതിയാണ് പഠിക്കാൻ പറ്റും. രണ്ട് പോയിന്റ് ഓക്കെ അല്ലേ? ഇനി എങ്ങനെ ടാഗ് കണ്ടുപിടിക്കാം അതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? ടാഗ് എഴുതാൻ പറ്റണം അല്ലെ? അപ്പൊ എങ്ങനെ ടാഗ് കണ്ടുപിടിക്കണം?
അത്ര എളുപ്പമാണ്. ഈസ് ഗോയിങ്. ഈസ് ഗോയിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? He is going എന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്? പോസിറ്റീവ്. 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 പോസിറ്റീവ് ആണ്. അപ്പോ ടാഗ് ഏതായിരിക്കണം? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. ഇനി ടാഗ് എങ്ങനെ എഴുതണമെന്ന് അറിയണം അല്ലെ? അപ്പൊ ഹി ഈസ് ഗോയിങ് ആണെങ്കിൽ അവിടെ ഡയറക്ട്ലി ഒരു ഈസ് ഉണ്ട്, ഓക്സിലറി ഉണ്ട്. ആ ഓക്സിലറി ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല വരാ, ഓക്സിലറീസ് ആദ്യം വരേണ്ടത്. അപ്പൊ ഈസ് വരും. ടാഗ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈസിന്റെ കൂടെ എന്ത് വേണം? നോട്ട് വേണം അല്ലെ? അപ്പൊ ഈസി ഉണ്ട്. ഈസ് നോട്ട് അല്ലെങ്കിൽ ഈസി ഉണ്ട്. ദെൻ സബ്ജക്ട് എഴുതാം. ഈസ് ഇൻ ഹി. ഈസും ഹീയും വരും. ടാഗ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈസ് ഇൻ ഹി ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇനി ഈ വാസ് ആണെങ്കിലോ എന്ത് വരും? ഈ വാസ് ആണെങ്കിൽ വാസ് ഇൻ ഹി വരും. തിരിച്ചാണ് വാസ് ഇൻ ഹി വരും. ഓക്കെ. Then ആർ ആണെങ്കിലോ ആർ ആണെങ്കിൽ എന്ത് വരും? ആർ എൻ ബി വരും. തിരിച്ചു വരും. പോസിറ്റീവ് ആകുമ്പോ നെഗറ്റീവ് വരണ്ടേ? ആർ എൻ ബി വരും. ഓക്കെ. ഇനി ബി വേറെ ആണെങ്കിലോ വേറെ വേറെ ബി വരും. ഓക്കെ. ഡയറക്ട്ലി ഓക്സിലറീസ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറീസ് നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. അത്രേ ഉള്ളൂ. ഹി ഹാസ് ആണെങ്കിൽ he. You haven't ആണെങ്കിലോ you haven't ആണെങ്കിൽ have you. നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ടാഗ് വരാം. അപ്പൊ ഹാവ് യു വരും. ഓപ്പോസിറ്റ് ആയിരിക്കണം എപ്പോഴും. ഹാവ് യു. ഇനി ഷീ ഹാഡ് ആണെങ്കിൽ hadn't she. ഓക്കെ. ഈ will ആണെങ്കിലോ won't she. I am ആണെങ്കിലോ I am ആണെങ്കിൽ എന്ത് വരും? ആമിന്റെ ആമിന്റെ എന്ന് പറയുന്ന വാക്കില്ല കേട്ടോ. ആമയാണോ? ആമയ. ആറിന്റെ വരും. ആറിന്റെ. ആം നോട്ട് ആണെങ്കിലോ ആമേ വരും. ഓക്കെ. നോട്ട് വിളിച്ചോ കേട്ടോ. ഇനി യു ആർ ആണെങ്കിൽ എന്ത് വരും? സെയിം. ആർ എൻ യു ആണ് വരാട്ടോ. ആമിന്റെയും ആറിന്റെയും നെഗറ്റീവ് സെയിം ആണ്. പഠിച്ചേക്കണം. ആമിന്റെയും ആറിന്റെയും നെഗറ്റീവ് സെയിം ആണ്. ഇവിടെ കണ്ടോ നിങ്ങള്? ടെക്സ്റ്റിൽ നോക്കിയേ. ഈസ് ആണെങ്കിൽ നെഗറ്റീവ് isn't. ആം ആണെങ്കിൽ ആറിഞ്ച് ആണ് വരാം. ആർ ആണെങ്കിലും ആറിഞ്ച് ആണ് വരാം. രണ്ടിന്റെയും സെയിം ആണ് നെഗറ്റീവ്സ് വരുന്നത്. അത് എപ്പോഴും നോട്ട് ചെയ്തേക്കണം. wasn't ആണ്. weren't. hasn't. haven't. hadn't. do got. doesn't. didn't. can't. couldn't. will won't. wouldn't. അങ്ങനെ പോകും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി he sings a song എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗ് എന്ത് വരും? അവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിലറീസ് കാണാൻ പറ്റുന്നില്ല. ഡയറക്ട്ലി ഓക്സിലറീസ് ഒക്കെ കൊടുത്തിട്ടില്ല. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ?
സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സിൻസ് വരുമ്പോ എങ്ങനെയാ വരാ? സിൻസ് എങ്ങനെയാണ് വന്നത്? സിൻസിന്റെ കൂടെ ഏതൊരു ഓക്സിലറി ഉണ്ടല്ലോ, ഇല്ലേ? അവിടെ എസ് എന്താണ്? ഡസ് ആണ് അല്ലെ? ഡസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടാഗ് എന്തായിരിക്കും വരാം? ടാഗ് നെഗറ്റീവ് ആണ് വരേണ്ടത്. കാരണം എന്താ? അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഡസിന്റെ കൂടെ നെഗറ്റീവ് ചേർത്ത് ഡസ് ഇൻ ഹി എന്ന് വരും. ഹി സിൻസിയർ സോങ് ആണെങ്കിൽ ഡസ് ഇൻ ഹി ആണ് വരാം. കാരണം എന്താണ്? സിൻസ് എന്താണ്? ഡസ് പ്ലസ് സിങ് ആണ് എന്ത്? സിൻസ് എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് ഡസ്റ്റ് ഉണ്ട് അവിടെ. ഇനി ദേ പ്ലേ ക്രിക്കറ്റ് ആണെങ്കിൽ അവിടെ എന്ത് ടാഗ് വരും? ദേ പ്ലേ ക്രിക്കറ്റ്. അവിടെയും ഒരു ഓക്സിലറി ഉണ്ട്. അതായിരിക്കും ഹീയുടെ കൂടെ ഡസ് ആണെങ്കിൽ ഈ ദേയുടെ കൂടെ എന്തായിരിക്കും വരാം? ഡു അല്ലേ വരേണ്ടത് അല്ലേ? അപ്പൊ ഡോൺ ദേ വരും. ഇനി ഈ സാങ് സോങ് ആണെങ്കിലോ എന്ത് വരും ടാഗ്? സാങ് എന്ന് പറഞ്ഞ ഏതാണ്? ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ടാഗ്, ഏത് ഓക്സിലറി വരാ? ഏത് ഹെൽപ്പിംഗ് വെർബ് ആണ് അവിടെ വരാ? സാങ്. ഡിഡ് പ്ലസ് സിംഗ് അല്ലേ സാങ് വരാ? അപ്പൊ അവിടെ ടാഗ് എന്തായിരിക്കും? ഡിഡിന്റ് ഷീ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്തേ. ഏഴ് എക്സാമ്പിൾ ഇവിടെയുണ്ട്, ടെക്സ്റ്റിലുണ്ട്. ഇതിന്റെ ആൻസർ എനിക്ക് ടെക്സ്റ്റ് ചെയ്തേ എല്ലാവരും. നമ്പേഴ്സ് ഇട്ട് ടാഗ് ഇറങ്ങി ടെക്സ്റ്റ് ചെയ്യണം. ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നല്ല ചെയ്യണം. മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്പേഴ്സ് ഇട്ടിട്ട് 7 ടാഗ് ഉണ്ട് അല്ലെ? 7 ടാഗും എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക എല്ലാവരും. മിസ്റ്റേക്ക് ഒന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ചെയ്തു. ഈ ആക്ടിവിറ്റീസ് ഒക്കെ തരുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും, കാരണം ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പറയൂ, ഒരു ക്യാമറ ഓൺ ചെയ്യണോ? ഓക്കെ അല്ലോ, കുഴപ്പമില്ലല്ലോ. ആക്ടിവിറ്റി തരുമ്പോ ചുമ്മാ നമ്മളിങ്ങനെ ബോറടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്. ആർക്കെങ്കിലും കുഴപ്പമില്ല. അവരെ നമ്മൾ വെയിറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ചുമ്മാ ഇങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്യും കേട്ടോ. 7 സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ടാഗ് നോക്കാം. ഫസ്റ്റ് നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ ടാഗ് എഴുതാൻ. ഓക്സിലറീസ് ഡയറക്ട്ലി അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് എഴുതുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യും കേട്ടോ. പെട്ടെന്ന്.
ഇതാണ് ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. Okay, നിങ്ങൾ ചെക്ക് ചെയ്യാം. The first one is he's not here. He's not here എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്ത് വരും? Is here. Is he and Minnie is in the class. Minnie is in the class. ടാഗ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോറി, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് വരും. Is in she വരും. Is in she. Then Sam eats too much. Eats too much. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. അപ്പൊ ഡസ് വരും. അവിടെ ഈറ്റ്സ് ആണ് വരുന്നത്, അപ്പൊ ഡസ് ആണ് വരുന്നത്. അപ്പൊ ഡസിൽ ഹി വരും. Then Simi does not eat much. Does he? Does she വരും. Yeah, does she? You should not smoke, should you? She has finished. Hasn't she? But he has not finished the book. Has he? Clear അല്ലേ? അപ്പൊ ഇതുപോലെ ടെക്സ്റ്റിലുള്ള എല്ലാ
എക്സസൈസും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇതും കൂടെ ടൈപ്പ് ചെയ്യട്ടോ. ഇവിടെ മുതൽ some people have never seen the sea. ഇവിടുന്ന് it's going to rain. ഇവിടെ വരെ ഇരുന്ന് ആൻസർ ചെയ്യട്ടോ എല്ലാവരും. ഓക്കെ, അത് ടെക്സ്റ്റ് ചെയ്യും. നമുക്ക് ആൻസർ പറഞ്ഞാലോ? ടൈപ്പ് ചെയ്യണം എല്ലാവരും. ടൈപ്പ് ചെയ്യും.
ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. Some people have never seen the sea. Some people have never. Some people എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരായല്ലോ അത്. അപ്പൊ എന്ത് വരും? They വരും അല്ലെ? Have never എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ടാഗ് എന്ത് വരും? Have they വരും. Have they. Okay. Here, some people have never seen the sea. അപ്പോ ടാഗ് have they. Some people എന്ന് പറയുമ്പോൾ they ആണ്. നെവർ വന്നുകൊണ്ട് തന്നെ അത് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോ ആൻസർ have they ആണ്. have they. Then I helped them. I helped them എന്ന് പറയുമ്പോൾ past tense ആണ്. അപ്പോ did ഇത് വരും. didn't I വരും കേട്ടോ. didn't I. Yeah, didn't I വരും. Then you will attend the party. അവിടെ bond you. ഇതിന്റെ നെഗറ്റീവ് bond, then you. bond you. He went to Chamina. Past tense ആണ്. Didn't he? Okay. Simi didn't go to London. Did she? Tom does not like sweets. Does he? We have not eaten anything. Have you? I'm not lazy. I'm not എന്ന് പറയുമ്പോൾ am I. Positive ആണ് അല്ലെ? Am I? It's going to rain. Isn't it എന്ന് വരും. Isn't it? It's അല്ല. Isn't it? Question tag clear ആണോ? Okay ആണോ? എക്സസൈസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടാഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ടെൻസ് പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാഗ് ഈസി ആണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല നിങ്ങള്. ഓക്കെ ആണോ? മാം ഒരു ഡൗട്ട്. ഷീ ഹാസ് ബീൻ വരുമ്പോ എങ്ങനെയാ? ഷീ ഹാസ് ബീൻ ടു സ്വിറ്റ്സർലൻഡ്. She has been. Hasn't been വരും. അവിടെ ബീൻ അത്രയും ഇതില്ല. ഹാസ് ബീൻ തന്നെ ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ഹാസ് ബീൻ ഷീ തന്നെ ചോദിക്കാം. ഓക്കെ, ബീൻ വരണമെന്നില്ല. മനസ്സിലായോ? ഷീ ഹാസ് ബീൻ എന്ന് ചോദിച്ചാല് ഹാസൻ ഷീ ചോദിക്കാം. ടാഗ് ഹാസൻ ഷീ വരും. ബി മസ്റ്റ് ബി വരുവാണെങ്കിലോ? ബി മസ്റ്റ് ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. മസ്റ്റ് വരുമ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. മസ്റ്റില്ലോ എന്തുവാണ്? മസ്റ്റ് ബി ഉണ്ട്. ബിയോ? ബി മസ്റ്റ് ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. നമ്മുടെ എക്സാമ്പിൾ ഉള്ളതാണോ? അതെ അതെ. സം പീപ്പിൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു 3 എണ്ണോ 3 അബോ. സം പീപ്പിൾ മുന്നാണോ? അതിന്റെ 3 എണ്ണം മുമ്പ്. വി മസ്റ്റ് ബി. ഓക്കെ, വി മസ്റ്റ് നോട്ട് ആണെങ്കിൽ മസ്റ്റ് ബി വരും. വി മസ്റ്റ് ബി ആണെങ്കിൽ അവിടെ മസ്റ്റിന്റെ അല്ലല്ലോ വരാം. അയ്യോ, നമ്മൾ ടേബിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. നെറ്റ് കൺഫ്യൂഷൻ വരുന്നത് ഞാൻ നോക്കാഞ്ഞിട്ടാണ്. ടേബിൾ നിങ്ങൾ നോക്കാം. മസ്റ്റിന്റെ ആണ്. മസ്റ്റ് നോട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതിന് ഷോർട്ട് മസ്റ്റിന്റെ. മസ്റ്റ് ബി അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് ബി എന്ന് പറയാം. മനസ്സിലായോ? ആ ടേബിൾ പഠിച്ചാൽ മതി. ഈ ടേബിൾ ഉണ്ടല്ലോ, ഗുഡ് ഗുഡിന്റെ, മെയിന്റെ, മേനോട്ട്, മൈറ്റ് എന്ന് പറയാം, മൈറ്റ് നോട്ട് പറയാം. ഷാൽ ഷാൻഡ് ആണ്. ഷുഡിന്റെ ആണ്. മസ്റ്റിന്റെ ആണ്. നീഡിറ്റ്, യൂസ്ഡ് ഡിഡിന്റ് വരും. ഔട്ട്. ഓക്കെ, ഈ ടേബിൾ പഠിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എവ്രി വൺ ആണെങ്കിൽ ദേ വരും, എവ്രിബഡി ദേ വരും. നൺ ഓഫ് us വി ആണ്. സം ഓഫ് us എന്ത് വരും? ബി വരും. നൺ ഓഫ് യു യു ആണ്. സം ഓഫ് യു യു തന്നെയാണ്. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ദേ ആണ്. ലെറ്റസ് us ആണ്. ഇവിടെ ബി ആണ്. വൺ തന്നെയാണ്. ഓക്കെ,
അപ്പൊ ഈ ടേബിൾ നന്നായിട്ട് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കുറച്ച് എക്സസൈസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇതിപ്പോ നമ്മള് ഏതൊക്കെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. നൗൺ, വെർബ്, ടെൻസ്, ആർട്ടിക്കിൾ എടുക്കാനുണ്ട്. 6, 7, 8 കംപ്ലീറ്റ് ചെയ്തു. 10 കംപ്ലീറ്റ് ചെയ്തു. 11 പാർട്ടിസിപ്പിൾ എടുത്തായിരുന്നോ ഞാൻ? പറയൂ. എടുത്തു. ഓക്കെ, പാർട്ടിസിപ്പിൾ കഴിഞ്ഞു. ടാഗ് കഴിഞ്ഞു. ഫ്രേസൽ വെർബോ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയായിരുന്നു അല്ലെ? ഫ്രേസൽ വെർബ് പറഞ്ഞോ? ഇല്ല. ഇല്ല മാം. പാർട്ടിസിപ്പിൾ എടുത്തിട്ടുണ്ടോ മാം? എന്തോ? പാർട്ടിസിപ്പിൾ എടുത്തിട്ടുണ്ടോ? അതെന്നെ ചോദിച്ചു. പാർട്ടിസിപ്പിൾ എടുത്തിട്ടുണ്ടോ ഞാൻ ക്ലാസ്സില്? ഇല്ല മാം. ഇല്ല. അപ്പൊ ഫ്രേസൽ വെർബ്, കണ്ടീഷണൽ സെന്റൻസ്, ആർട്ടിക്കിൾ. ഓക്കെ, 4 ചാപ്റ്റർ ഉണ്ട്. പാർട്ടിസിപ്പിളും ഫ്രേസൽ വെർബും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഡൗട്ട് ചോദിക്കാം. ഞാൻ മോക്ക് ടെസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. റെക്കോർഡ് സ്പീച്ചിന്റെയും ക്വസ്റ്റ്യൻ ബാങ്കിന്റെയും മോക്ക് ടെസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ഫോണിക്സ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും. ഞാനത് ഇൻഫോം ചെയ്യും. ഓക്കെ, കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാത്തത്. ടച്ച് പോകരുത് കേട്ടോ. എന്നാലും ഒന്നുകൂടെ ആരെങ്കിലും എടുക്കേണ്ടി വരും, എടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? നന്നായിട്ട് പഠിക്കാം. ടാഗ് നന്നായിട്ട് പഠിക്കാം. ഫ്രേസൽ വെർബ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. പാർട്ടിസിപ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ടെൻസിനെ ബേസ് ചെയ്തായിരിക്കും വരാം. ആൻഡ് പാർട്ടിസിപ്പിൾ വേണമെങ്കിൽ എനിക്ക് പറയാം. അടുത്ത ക്ലാസ്സിൽ ആവശ്യമില്ല. ഞാൻ കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം. ഇത്രയും ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നോക്കി നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കി. ഓക്കെ ആണോ? ആം കഴിഞ്ഞ വരുന്ന വെർബ് ഏതായിരിക്കും? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഏതെങ്കിലും വെർബ് ആഡ് ചെയ്യണമെന്നാണ്. പക്ഷെ എന്റെ റൂൾ ഉണ്ടല്ലോ, ആ റൂൾ അനുസരിച്ചിട്ടുള്ള വെർബ് ഫിൽ ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോ അത്രയൊക്കെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ക്ലാസ്? വൈൻഡപ്പ് ചെയ്യാം. സൈനോട് പറയൂ. സൈനോട് പറയൂ. സൈനോട്ട് ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യണേ സൈനോട് പറയാൻ. ആരെങ്കിലും സൈനോട്ട് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോകും. ഞാൻ പാട്ട് പാടാം സേ. മരക്കുടയാൽ മുഖം മറക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല
മൂവന്തിയിൽ അവളല്ലിയാമ്പലല്ല കുഞ്ഞു തന്നലേ കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറക്കും മാനല്ല. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. ആരും ഒന്നും പറയില്ലേ മിസ്, എന്ത് ചെയ്യാനാ, ഞാനുള്ളൂ ഇങ്ങനെ എല്ലാത്തിനും പറയാൻ. അതെ അതെ. ഓക്കെ, അപ്പോ പോവാണ്. സോ താങ്ക് യു. ഒരിക്കലും ഇടക്കിടക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു നെക്സ്റ്റ് ക്ലാസ്. Thank you, Thank you, Miss. ma'am. Thank you all. Thank you, ma'am.